ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭഗവത്ഗീത ജീവിത വിജയം എന്ന ഭഗവത്ഗീത ആസ്പദമാക്കിയിട്ടുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവത്ഗീത മറ്റു മതഗ്രന്ഥങ്ങൾ പോലെയേ അല്ല. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്നാൽ മാനവരാശിയുടെ മുഴുവൻ, അത് ഹിന്ദു ആകണമെന്നില്ല, ഏതു മതത്തിൽപ്പെട്ടവരായാലും ശരി, അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ, സത്യസന്ധമായ, ആത്മാർത്ഥമായ വിജയം നേടണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം ഭഗവത്ഗീത. ഇവിടെ ഈ ജീവിത വിജയം എന്നതിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നാം കണ്ണു തുറന്ന് ഈ ലോകത്തെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ജീവിതത്തിൽ എത്ര തന്നെ ഭൗതികമായ ഉന്നതി നേടിയവരായാലും, എത്ര തന്നെ പണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലാവിഷായി ജീവിക്കുന്നവരാകട്ടെ, അവരെല്ലാം എത്ര തന്നെ ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരിക്കലും യഥാർത്ഥമായ ശാന്തി ലഭിച്ചിട്ടില്ല. എന്തേ അതിനു കാരണം? ഇനി നോക്കൂ, ഭൗതികമായ പഠനത്തിൽ ഉന്നത തലങ്ങളിലെത്തി IAS-ഉം IPS-ഉം നേടിയ എത്രയോ വ്യക്തികൾ ഇന്നും ഈ 2022 ആത്മഹത്യ ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണോ അവർ ഈ വിദ്യാഭ്യാസം നേടിയത്? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് എല്ലാം ഒരു നിമിഷത്തെ മാനസിക സംഘർഷത്തെ താങ്ങാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുവാനാണോ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പഠനമെല്ലാം നടത്തിയത്? ഇതെല്ലാം നാം ചിന്തിക്കേണ്ടതില്ലേ? എന്തുകൊണ്ടേ ഇത്തരം വ്യക്തികൾ ഭൗതികമായി വളരുന്നുണ്ടെങ്കിലും മാനസികമായി അവർ തളരാൻ കാരണം? എന്തുകൊണ്ടേ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തകർന്നു പോകാൻ കാരണം? അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ മാനസികമായ വിജയം നേടണമെങ്കിൽ ഭഗവത്ഗീത കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. സോ ഭഗവത്ഗീത ഈസ് എ റിയൽ സ്പിരിച്വൽ മാനേജ്മെൻറ്റ് ടെക്സ്റ്റ്. ഭഗവത്ഗീതയുടെ ജനനം സംഭവിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചാണ്. മഹാഭാരത യുദ്ധസമയത്ത് മാനസികമായി തളർന്ന അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്ന ജീവിത വിജയ ഗാഥയാണ് ഭഗവത്ഗീത. വേദവ്യാസരചിതമായ മഹാഭാരത മധ്യത്തിലുള്ള 700ഓളം ശ്ലോകങ്ങളടങ്ങിയ ഭഗവത്ഗീത. അപ്പോൾ ഇന്നു മുതൽ നാം ഈ ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. ഭഗവത്ഗീതയിലൂടെ ഉള്ള തീർത്ഥയാത്ര. എല്ലാവരും തയ്യാറല്ലേ? ഇന്ന് ഭഗവത്ഗീതയ്ക്ക് ഇത്രയധികം പ്രചാരം ലഭിക്കാൻ കാരണമായ, ലോകം മുഴുവനും ഭഗവത്ഗീതയെ പ്രചരിപ്പിച്ച പരമപൂജനീയനായ സ്വാമി ചിന്മയാനന്ദജിയുടെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കേട്ടു നോക്കൂ. Through individual perfection alone, world perfection can be aspired. ഈ ഒരൊറ്റ വാക്കുമതി ഗീതയുടെ മഹത്വം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ. ഗുരുദേവൻ പറയുന്നത്,
ത്രൂ ഇൻഡിവിജ്വൽ പെർഫെക്ഷൻ അലോൺ. ആ വാക്കാണ് നാം അടിവരയിട്ട് പഠിക്കേണ്ടത്. ഇൻഡിവിജ്വൽ പെർഫെക്ഷൻ. അതാണ് ഇന്ന് നമുക്ക് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വിജയം നേടേണ്ടത് നമ്മുടെ മാനസിക തലത്തിലാണ്. ഭഗവത്ഗീതയുടെ ഒരു സംക്ഷിപ്ത രൂപത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ, വേദവ്യാസ രചിതമായ മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ ഭീഷ്മപർവത്തിൽ 25 മുതലുള്ള അധ്യായങ്ങളിലായിട്ടാണ് ഭഗവത്ഗീത അടങ്ങിയിരിക്കുന്നത്. 3 തലത്തിൽ വേണം നാം ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ. ഒന്നാമതായി, ഭഗവത്ഗീതയിൽ ഒരു ചരിത്രപരമായ വശമുണ്ട്. രണ്ടാമതായി, അതിലൊരു ഇമോഷണൽ, മാനസികമായ തലമുണ്ട്. മൂന്നാമതായി, ഒരു ആത്മീയമായ, സ്പിരിച്വൽ തലമുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ അത് മുഴുവനായും വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് ഈ സമയം മതിയാകില്ല. കാരണം അത്രയും അധികം വിശാലമാണ് അതിൻ്റെ ചരിത്രതലം. നമ്മൾ ഇന്നത് പറയാൻ തുടങ്ങിയാൽ മാസങ്ങളോളം വേണ്ടിവരും. എങ്കിലും ഒന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് അത് നീങ്ങുന്നത്. അവർ തമ്മിൽ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. അതിൽ ധാരാളം കാരണങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ മഹാഭാരതം വായിക്കുമ്പോൾ മനസ്സിലാക്കുക. എങ്കിലും ഈ ചരിത്രപരമായ വശം മനസ്സിലാക്കിയാലേ നമുക്ക് ഗീതയിലേക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പാണ്ഡവർക്കർഹതപ്പെട്ടതൊന്നും തന്നെ കൗരവർ കൊടുക്കാതിരുന്നപ്പോൾ അവർ പലതവണ അവസരങ്ങൾ നൽകിയിട്ടും അപേക്ഷിച്ചിട്ടും അവർക്കർഹതപ്പെട്ടത് ലഭിക്കാതെ വരുമ്പോഴാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് അത് നയിക്കുന്നത്. അങ്ങനെ യുദ്ധഭൂമിയിൽ എത്തുന്ന പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ തൻ്റെ ഗുരുക്കന്മാരെയും ബന്ധുജനങ്ങളെയും കാണുമ്പോൾ യുദ്ധം ചെയ്യാനാകാതെ മാനസികമായി തളർന്ന് വിഷാദത്തോടെ തേരിൻ്റെ തട്ടിലിരിക്കുന്ന അവിടം മുതലാണ് ഭഗവത്ഗീത ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊരു ഇമോഷണൽ തലമുണ്ട്, ഒരു മാനസികമായ തലമുണ്ട്. ഇനി ആ മാനസികമായ വിഷാദ ദുഃഖത്തിൽ നിന്നും അർജുനനെ കരുത്തും ഊർജവും ശക്തിയും നൽകി പുറത്തു കൊണ്ടുവരാൻ കൃഷ്ണൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്, മാർഗങ്ങളാണ് സ്പിരിച്വൽ, ആത്മീയത. അതാണ് യഥാർത്ഥമായ ആത്മീയമായ നിർദ്ദേശം. അതുകൊണ്ടാണ് ഇതിലൊരു ആത്മീയമായ തലമുണ്ട് എന്ന് പറയാൻ കാരണം. നമ്മെ സംബന്ധിച്ച് ഈ യുദ്ധം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചരിത്രത്തിനു പിന്നിൽ മനുഷ്യൻ്റെ ഒരു മാനസികമായ തലം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ യുദ്ധഭൂമിയിൽ യുദ്ധത്തിനായി തയ്യാറെടുത്ത് എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരു ആത്മീയമായ ശാസ്ത്രവും മാനസികമായ ശാസ്ത്രവും അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ആത്മീയമായ ശാസ്ത്രത്തെയും മാനസികമായ ശാസ്ത്രത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ വേണ്ട മാർഗങ്ങൾ നിർദ്ദേശിച്ചു തന്ന ജീവിത വിജയ ഗാഥയാണ് ഭഗവത്ഗീത. അപ്പോൾ നമുക്കിവിടെ ചരിത്ര തലത്തിന് അധികം പ്രാധാന്യമില്ല. കാരണം ഈ മാനസികവും ആത്മീയവുമായ തലമാണ് നമുക്കിവിടെ ആവശ്യം.
The spiritual and emotional part is so relevant than the history. കാരണം ചരിത്രത്തിൽ പണ്ട് എന്ത് നടന്നു എന്നുള്ളതല്ല നമ്മെ സംബന്ധിച്ച വിഷയം. അന്ന് നടന്ന ആ യുദ്ധത്തിൽ അന്നുള്ള അതേ മാനസികാവസ്ഥ ഇന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മാനസികാവസ്ഥകളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നാണ് നാം പഠിക്കേണ്ടത്. അതുകൊണ്ട് ദി സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പാർട്ട് ഈസ് മോർ റെലവൻറ്റ് ഈവൻ ടുഡേ ഇൻ എവറി കമ്മ്യൂണിറ്റി, എനി നാഷൻ ആൻഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ മാനസികമായി തളരാനുള്ള ആ കാരണം, അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംക്ഷിപ്തമായ ഒരു രൂപത്തിലേക്ക് നമുക്ക് കടക്കാം. 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. 18 പർവ്വങ്ങളുള്ള മഹാഭാരത ഗ്രന്ഥത്തിലെ 25ാമത് അധ്യായം മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ തീർത്ഥയാത്ര ആരംഭിക്കാം. ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവത്ഗീത പഠനത്തിന് ഇടയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനമോ വിശദീകരിക്കാം. ഇപ്പോൾ നമുക്ക് ധ്യാന ശ്ലോകത്തിലെ 1ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ തീർത്ഥയാത്ര ആരംഭിക്കാം. എല്ലാവരും എന്നോടൊപ്പം ഏറ്റുചൊല്ലണം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതിം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭവദ്വേഷിണീം. ഇവിടെ ഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിലുള്ള എല്ലാവിധ ദുർബലമായ, മനുഷ്യനെ തളർത്തുന്ന, അസ്വസ്ഥനാക്കുന്ന അനാവശ്യ ചിന്തകളെയാണ് ഇവിടെ ഭവം. അപ്പോൾ ഈ ഭവത്തെയാണ് ദ്വേഷിക്കേണ്ടത്. അത്തരം ചിന്തകളെയാണ് നാം ഈ ഗീതാ പഠനത്തിലൂടെ പരിവർത്തനപ്പെടുത്തിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആ ഭഗവത്ഗീതാ ഗ്രന്ഥത്തെ മനസ്സുകൊണ്ട് ഒന്ന് നമിക്കുക. അപ്പോൾ ഇന്നു മുതൽ നാം ഒരു ഗീതാ ഉപാസകരായി മാറുകയാണ്. ഈ തീർത്ഥയാത്രയിലൂടെ സഞ്ചരിക്കാൻ നാം ഓരോരുത്തരും ഇന്നു മുതൽ തയ്യാറെടുക്കുകയാണ്. നമ്മൾ ഒരു സ്ഥലം വരെ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നാം പോകുന്നതെങ്കിൽ ആ മാപ്പ് കാണിച്ചു തരുന്ന ഡയറക്ഷനിലൂടെ പോയാലല്ലേ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നാം സഞ്ചരിക്കാൻ തയ്യാറായാലേ ഗീത കാണിച്ചു തരുന്ന ജീവിത വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആർ യു റെഡി? ആർ യു റെഡി ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ? നാം തയ്യാറാണോ? എങ്കിൽ നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ ആത്മാർത്ഥമായ ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ക്ലാസ് നിങ്ങൾ കഴിയുന്നതും ആളുകളിലേക്ക് എത്തിക്കണം. കാരണം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സേവനം എന്നത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന അറിവിനെ
ഭഗവത്ഗീതയെ നാം കഴിയുന്നത്ര ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതാണ്. കാരണം ഇനി ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ നിന്ന് പോലും കണ്ണുനീര് വീഴരുത്. ആരും ജീവിതത്തിൽ തളരാൻ പാടില്ല. ആരും ജീവിതത്തിൽ ഇനി ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കഴിയുന്നത്ര ആളുകളെ ഈ ഒരു പഠന ക്ലാസ്സിലേക്ക് ആകർഷിക്കണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ നാരായണ എന്നുള്ള ഈ ചാനൽ നിങ്ങൾ കഴിയുന്നത്ര ആളുകളിലേക്ക് വ്യാപിപ്പിക്കണം. എനിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. കാരണം ഓരോ വ്യക്തിയുടെ മനസ്സിൽ നിന്നും അവരനുഭവിക്കുന്ന ആ പ്രതിസന്ധികൾ, ആ ദുഃഖത്തെ, ആ വിഷമത്തെ, അവരുടെ ഹൃദയത്തിലുള്ള ഭയത്തെ മുഴുവനായും പരിപൂർണമായും ഇല്ലാതാക്കി അവരുടെ ജീവിതം ആനന്ദവും ധന്യവുമായി തീരണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഇത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കുന്ന ഗീതാ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത ക്ലാസ് മുതൽ ഭഗവത്ഗീതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം മുതൽ നമ്മുടെ തീർത്ഥയാത്ര നാം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.